ഇനി ഉത്തരയുടെ പിതാവ് വിജയസേനൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം ശ്രീ വിജയസേനൻ. എപ്പോഴും അങ്ങയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കൊക്കെ വല്ലാത്ത മാനസികാവസ്ഥയാണ്. നമുക്കൊക്കെ വേദന ഉണ്ടാക്കിയ ഒരു ക്രൂര സംഭവമാണ്, ദയനീയ സംഭവമാണ് അങ്ങയുടെ വീട്ടിൽ നടന്നത്. ഉത്തരയെ പോലൊരു പെൺകുട്ടിയെ ഇങ്ങനെ ഹീനമായി കൊലപ്പെടുത്താൻ ഒരു ഭർത്താവ് തീരുമാനിക്കുക, അത് വളരെ ആസൂത്രിതമായി, അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ ആസൂത്രിതമായി നടപ്പാക്കുക, അതിൽ രക്ഷപ്പെടാനുള്ള പഴുതുകളെല്ലാം തുറന്നു വയ്ക്കുക, ഇതൊക്കെയാണ് ഇയാൾ ചെയ്ത്. ഇപ്പോൾ ഇയാൾ കള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കി പുറത്തു വരാൻ ശ്രമിക്കുന്നു. ഇദ്ദേഹം പുറത്തു വരുന്നു എന്ന് കേൾക്കുമ്പോൾ ആദ്യം അങ്ങേ ഭയപ്പെടുന്നത് എന്താണ്? സാർ, ആ സർട്ടിഫിക്കറ്റ് ഒന്ന് പുറത്ത്, അതിന്റെ കോപ്പി പുറത്തു വരണം. കാരണം എന്തോ കുത്തിക്കുറിച്ച് വിട്ടിരിക്കുന്നെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പുനലൂർ കോടതിയിൽ മോക്കുള്ള കേസ് നടക്കുകയാണ്. മിസ്റ്റർ വിജയസേനൻ, ഈ ഉമേഷ് ബാലകൃഷ്ണനാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത്. ഉമേഷ് ബാലകൃഷ്ണനെ കൂടി ഞാൻ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. ഈ സർട്ടിഫിക്കറ്റിന്റെ കാര്യം എന്താണെന്ന് അറിയാൻ. താങ്കൾക്ക് തുടരാം. സാർ, പുനലൂർ കോടതിയില് ഹലോ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട് ഞാൻ. സാർ, പുനലൂർ കോടതിയിൽ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ 4-ാം പ്രതി സൂര്യ കോടതിയെ കബളിപ്പിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അവിടെ കോടതിക്ക് പുറത്തിരിക്കുകയാണ്. ഇപ്പൊ ചെയ്ത 3 ദിവസം എന്റെ വൈഫിന്റെ വിസ്താരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കോടതിയെ കബളിപ്പിച്ച് പുറത്തിരിക്കുകയായിരുന്നു. അപ്പൊ അയാൾ കള്ള സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കിയെന്ന് അന്ന് ആരോപണം താങ്കൾക്ക് തെളിയിക്കാൻ പറ്റില്ലേ? അപ്പോ സാർ, അതിന് ഞാൻ DGP ഒക്കെ കണ്ടിരുന്നല്ലോ. വിജയസേൻ, ഒരു നിമിഷം ഹോൾഡ് ചെയ്യൂ. ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഉമേഷ് ബാലകൃഷ്ണൻ ടെലിഫോണിലുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, ഇയാൾ ഹാജരാക്കി എന്ന് പറയുന്ന ആ വ്യാജ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി നമുക്ക് ലഭിച്ചോ? SK അത് ലഭിച്ചിട്ടില്ല. അത് പോലീസിന് കൈമാറിയിട്ടേ ഉള്ളൂ. പോലീസിനെ ജയിൽ അധികൃതരാണ് കൈമാറിയത്. അതിനുശേഷം പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ഇന്ന് പകൽ CI വന്ന ശേഷം അത് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. ശ്രീ വിജയസേൻ, താങ്കൾക്ക് തുടരാം. സർ, കോടതിയെ സ്ഥിരമായി കോടതികളെ കബളിപ്പിക്കുകയാണ് ഇവരുടെ 4 പേരുടെയും പരിപാടി. അതാണ് പ്രതികളുടെ. അത് ശരി. യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഈ അഡ്വക്കേറ്റ് മോഹൻരാജ് പറയായിരുന്നു, അദ്ദേഹത്തിൻ്റെ അഭിഭാഷക ജീവിതത്തിൽ ഏറ്റവും ഹീനമായ ഈ ഒരു ക്രൈം നടത്തിയത് ഇയാളാണ് എന്ന് പറയുന്നു, ഈ സൂരജാണ് എന്ന് പറയുന്നു. കാരണം ഇത്രയും നിർദ്ദയമായി സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്താൻ ഒരു അപകടകാരിയായ ഒരു പാമ്പിനെ ഉപയോഗിച്ച് കൊലപ്പെടുത്തുക, അതിൽ നിന്ന് ഒരു ആക്സിഡൻറ്റിൽ എത്താക്കി വിധി എഴുതി അതിൽ നിന്ന് രക്ഷപ്പെടുക, ഇതൊക്കെയായിരുന്നു അയാളുടെ തന്ത്രം. ഇയാൾക്ക് അത്രയധികം ഒരു ക്രൈം റെക്കോർഡുള്ള ഒരാളായിരുന്നു. അങ്ങയുടെ മകളുടെ വിവാഹമൊക്കെ നടക്കുന്ന സമയത്ത് ഇയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നാട്ടുകാരെന്തായിരുന്നു പറഞ്ഞിരുന്നത്? നാട്ടിൽ നിന്ന് എനിക്ക് വിശദമായിട്ടൊന്നും കിട്ടിയില്ല സാർ. അന്ന് പയ്യൻ കുഴപ്പമില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് അങ്ങനെ റിപ്പോർട്ടാ കിട്ടിയത്. ഒരു കാര്യം കൂടി അഡ്വക്കേറ്റ് മോഹൻരാജ് പറഞ്ഞു, പോയില്ല. അഡ്വക്കേറ്റ് മോഹൻരാജ് ഒരു കാര്യം കൂടെ പറഞ്ഞു, പാമ്പിനെ കൊണ്ട് കൊത്തിപ്പിച്ച് കൂടെ കിടന്ന് ഉറങ്ങുന്ന ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരാൾ ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളത് പ്രതീക്ഷിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അവർക്കത് നിസ്സാരമാണ് സാർ. അവരുടെ കൂടെ ഇഷ്ടം പോലെ പിന്നെ പാർട്ടിക്കാരും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ. എന്തായാലും വിജയസേനൻ, അങ്ങയോട് നമ്മൾ എന്താ പറയണമെന്നറിയില്ല. കാര്യം ഒരു മകൾ നഷ്ടപ്പെട്ട അച്ഛനാണ് അങ്ങ് സമാധാനമായിട്ടിരിക്കുക. നന്മയുടെ വഴിയിൽ, സത്യസന്ധയുടെ വഴിയിൽ അങ്ങ് വിജയിക്കുക തന്നെ ചെയ്യും. എന്തായാലും ഉത്തരയ്ക്ക് നീതി ലഭിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്.